ഇപ്പോൾ AIYF-ന്റെയും AESF-ന്റെയും സംയുക്ത വാർത്താ സമ്മേളനം നടക്കുന്നു. അതിലേക്ക് പശ്ചിമബംഗാളും തമിഴ്നാടും കേരളവും ഇതിനകത്ത് ഒപ്പുവെക്കാതെ വളരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കാരണം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ശാസ്ത്രബോധത്തെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയത കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും എല്ലാം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്നത്. 2020 വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ബന്ധപ്പെട്ടുകൊണ്ട് അന്നു മുതലേ വളരെ ശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കേരളം അതിനകത്ത് വളരെ ശക്തമായ എതിർപ്പും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പും എല്ലാം നടത്തുകയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവമായി ഇത് ചർച്ച ചെയ്യുകയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്, അതായത് NEP നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പൈലറ്റ് പ്രോജക്റ്റായി PM ശ്രീ പദ്ധതി മുന്നിലൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ അപകടം കേരളത്തിലെ ഗവൺമെൻറ് തിരിച്ചറിഞ്ഞതുകൊണ്ട്, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ SSIയുടെ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു റിപ്പോർട്ടുകൾ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ തടഞ്ഞു വെച്ച PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു. കേരളം മീൻസ് വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടു എന്നുള്ളതാണ്. കാരണം LDF-ൽ ചർച്ച ചെയ്തിട്ടില്ല, ക്യാബിനറ്റിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് പരസ്യമായി പറയുകയും ചെയ്തു. ഫണ്ട് ലഭിക്കാനുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒപ്പുവെക്കും എന്നുള്ള രീതിയിൽ പരസ്യമായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.